ഒരു കാലത്ത് കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വാധീന മേഖല എന്നാണ്. പക്ഷേ ഇപ്പോൾ കുറച്ച് നാളുകളായി നാം കാണുന്നത് ഈ ഭീകരവാദികൾ മുഴുവൻ പിടിയിലാകുന്നത് കണ്ണൂരിൽ നിന്നാണ്. ജോസഫ് മാഷിന്റെ കൈവെട്ടുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ പ്രതിയെ പിടികൂടിയത് വർഷങ്ങൾക്ക് ശേഷം പിടികൂടിയത് കണ്ണൂരിൽ നിന്നാണ്. ഇപ്പോൾ കർണാടകയെ പിടിച്ചു കുലുക്കിയ യുവമോർച്ച നേതാവിന്റെ ഒരു കൊലപാതകമുണ്ടല്ലോ, പോപ്പുലർ ഫ്രണ്ട് നടത്തിയ, അതിലെ കൊടും ഭീകരനെ കണ്ണൂരിൽ നിന്നും പിടികൂടിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ കണ്ണൂരിൽ ഈ ഭീകരവാദികൾ ഒളിച്ചു താമസിക്കുന്നത്? അവർക്ക് അതിനുള്ള സൗകര്യം അവിടെ ഉള്ളതുകൊണ്ട്. ഈ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് കണ്ണൂരിൽ ഒളിച്ചു താമസിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ലഭ്യമാണ്. അതുകൊണ്ടാണ് കണ്ണൂർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ആവശ്യപ്പെടുന്ന കണ്ണൂർ ചുവപ്പെന്നാണ്. അവ പറഞ്ഞു വരുമ്പോൾ പച്ചയാകുകയാണ്. കണ്ണൂരൊക്കെ എന്നേ പച്ചയായി, ചുവപ്പൊക്കെ മാഞ്ഞു. ചുവപ്പ് മാഞ്ഞു പച്ചയായതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ തുടർച്ചയായിട്ട് 2019-ലും 2021-ലും 2024-ലും ഒക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ ജയിച്ചു വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വലിയ തോതിൽ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം പാർട്ടി ഗ്രാമങ്ങൾ ഉൾപ്പെടെ അവിടെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നമ്മുടെ ഈ കേസിലേക്ക് വരാം. മംഗളൂരുവിൽ കർണാടകയിൽ 2-2 എന്ന സ്കോർ ബോർഡിൽ 2-2 എന്നാണ്. പ്രവീൺ നെട്ടാരു എന്നൊരു യുവമോർച്ച പ്രവർത്തകനെ 2022-ൽ കൊലപ്പെടുത്തി. ഈ 2022 ജൂലൈ 26-നാണ് ആ സംഭവം നടക്കുന്നത്. ഇത് വലിയ കോളിളക്കമാണ് കർണാടക രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ഈ തെക്കൻ കർണാടകയിൽ അതുണ്ടാക്കിയത്. അന്നത് അവസാനം BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ നളിൻ കുമാർ കട്ടീലിന് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു. അത്ര വലിയ പ്രതിഷേധമാണ് അവിടെ ഉയർന്നത്. ഈ പ്രവീൺ നെട്ടാരുവിനെ കൊലപ്പെടുത്തിയത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. അതിന് ശക്തമായ തിരിച്ചടി ഉണ്ടായി. പോപ്പുലർ ഫ്രണ്ടിലെ ഒരു പ്രധാനപ്പെട്ട ഒരാളെ തിരിച്ച് വിശ്വന്ത് പരിഷത്തിൻ്റെയും ബജ്രംഗ് ദളിൻ്റെയും ഒക്കെ പ്രവർത്തകർ ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് പോലീസ് പറയുന്നു. എന്തായാലും അതിനെ തുടർന്ന് അടുത്ത കാലത്ത് ഒരു പ്രധാനപ്പെട്ട സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ഒരു നേതാവ്, VHP ബജ്രംഗ് ദൾ നേതാവ് കൊല്ലപ്പെട്ടു. ഉടൻ തന്നെ തിരിച്ചടി ഉണ്ടായി. ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരാളെയും വകവരുത്തി. ഇപ്പോൾ 2 യുവമോർച്ച അല്ലെങ്കിൽ 2 യുവമോർച്ച ബജ്രംഗ് ദൾ, പിന്നെ ഇപ്പുറത്ത് 2 പോപ്പുലർ ഫ്രണ്ട്, അങ്ങനെ 2-2 എന്ന നിലയിൽ നിൽക്കുകയാണ്. ഈ പ്രവീൺ നെട്ടാരുവിൻ്റെ കൊലപാതകം നടന്നു കഴിഞ്ഞ് അതിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട 6 പേരെ പിടികിട്ടാനുണ്ടായിരുന്നു. അവർ ഒളിവിൽ പോയി. അതിൽ ഒരു പ്രധാനിയാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടിയിലായ അബ്ദുൾ റഹീമാൻ. ഇയാൾ കാരണം ആ കണ്ണൂരിൻ്റെ ശക്തി നോക്കണമേ. കാരണം കാസർഗോഡ് ജില്ല കഴിഞ്ഞിട്ടാണ് കണ്ണൂരിലേക്ക് താമസിക്കുന്നത്. കണ്ണൂർ മാത്രമല്ല, കാസർഗോഡും ഈ വിഷയമുണ്ട്. കാസർഗോഡ്, മഞ്ചേശ്വരം, ഉദുമ, തൃക്കരിപ്പൂർ തുടങ്ങിയ പ്രദേശത്തെല്ലാം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തേർവാഴ്ച നടക്കുന്നുണ്ട്. ഇത് അമർച്ച ചെയ്യാൻ കേരള പോലീസിനോ ഈ പറയുന്ന കർണാടക പോലീസിനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇവരെ നിരോധിക്കുകയൊക്കെ ഉണ്ടായി, അത് ശരി തന്നെ. പക്ഷേ ഇവരുടെ ശക്തി ദുർഗങ്ങളിൽ ഇവരിപ്പോഴും വളരെ കരുത്തരാണ് എന്നുള്ളതാണ് സത്യം. ഇവിടെ ഈ അബ്ദുൾ റഹീമാൻ എന്താ പറ്റിയെന്ന് വെച്ചാൽ, അബ്ദുൾ റഹീമാൻ ഇവിടുന്ന് നാട് വിട്ടു, നേരെ ഖത്തറിലേക്ക് കടന്നു. ഇയാൾ ഖത്തറിൽ ചില ജോലിയൊക്കെ ആയിട്ട് ഒളിവിൽ കഴിയുകയായിരുന്നു. പക്ഷേ NIA ഈ കേസ് ഏറ്റെടുത്ത് അന്വേഷണം ആരംഭിച്ച് മുന്നോട്ട് പോയപ്പോൾ ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചു. ഇന്ത്യ ഗവൺമെൻറ് വളരെ ശക്തമായ സമ്മർദ്ദം ഈ ഖത്തറിൽ ചെലുത്തി എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ ഇയാൾക്ക് ഖത്തറിൽ നിക്കക്കള്ളിയില്ലാതെ അവിടുന്ന് വിമാനം കയറേണ്ടി വന്നു. ഇവിടെ വന്ന് കണ്ണൂർ ഇറങ്ങിയ ഉടനെ തന്നെ പിടികൂടുകയായിരുന്നു എന്നാണ് വിവരം. ഇയാളെ വിമാനത്താവളത്തിൽ തടഞ്ഞു വെച്ചു. NIAയുടെ ഉദ്യോഗസ്ഥരെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇയാളടക്കമുള്ള 6 പേരുടെ തലയ്ക്ക് 4 ലക്ഷം രൂപ വീതം പ്രഖ്യാപിച്ചിരുന്നു എന്നുള്ളതും ഒരു സത്യമാണ്. ഒരു കൊടും ഭീകരനാണ് അബ്ദുൾ റഹീമാൻ എന്ന് തന്നെ പറയാം. ഈ പ്രവീൺ നെട്ടാരു എന്ന് പറയുന്ന ആളിൻ്റെ കൊലപാതകത്തിലാണ് ഇയാൾ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഈ പ്രവീൺ നെട്ടാരു ബെല്ലാരിയിൽ അവിടുത്തെ തൻ്റെ കട പൂട്ടി, ബെല്ലാരിക്ക് സമീപം ഒരു കട നടത്തുകയായിരുന്നു. ആ കട പൂട്ടി തിരിച്ച് രാത്രി വീട്ടിലേക്ക് വരുമ്പോഴാണ് ബൈക്കിലെത്തിയ ഒരു സംഘം വന്ന് ഒരു പ്രകോപനവുമില്ലാതെ പ്രവീൺ നെട്ടാരുവിനെ വെട്ടിക്കൊല്ലുന്നത്. തുടർന്നാണ് അതിന് ശക്തമായ തിരിച്ചടിയായിട്ട് ഒരു പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട വ്യക്തി കൊല്ലപ്പെടുന്നു. അത് കഴിഞ്ഞ് കുറച്ചുനാൾ അവിടെ സമാധാനമുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ഒരാൾ
സുഹാസ് ഷെട്ടി എന്ന് പറയുന്ന ഒരു നേതാവ്, അയാൾക്ക് ഈ സംഭവവുമായിട്ട് ബന്ധമില്ല എന്നാണ് ബജറംഗ് ദളൊക്കെ പറയുന്നത്. എന്തായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇടയ്ക്ക്, പിന്നീട് അയാൾ ജാമ്യത്തിലൊക്കെ ഇറങ്ങി എന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് ഈ ഷെട്ടി, വലിയ ജനപിന്തുണയുള്ള നേതാവാണ്. അദ്ദേഹത്തെ വെട്ടിക്കൊലപ്പെടുത്തി. കാറിലെത്തിയ സംഘമാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. ഇദ്ദേഹം കാറിൽ യാത്ര ചെയ്യായിരുന്നു, തടഞ്ഞു നിർത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഉടൻ തന്നെ അതിന് തിരിച്ചടിയുണ്ടായി, മറ്റൊരു പോപ്പുലർ ഫ്രണ്ടുകാരൻ കൊല്ലപ്പെട്ടു. എന്തായാലും ഈ മംഗലാപുരം നമുക്കറിയാം, വളരെ പണ്ട് തൊട്ടേ മുസ്ലിം തീവ്രവാദത്തിന് വലിയ വേരുകളുള്ള, ആഴത്തിൽ വേരുകളുള്ള ഒരു സ്ഥലമാണ് ഈ മംഗലാപുരം. ഈ മംഗലാപുരം തെക്കൻ കർണാടകയിലെ ഭട്കൽ ഗ്രാമം നമുക്കറിയാം. അവിടുന്ന് റിയാസ് ഭട്കൽ സഹോദരന്മാർ, അതിൽ റിയാസ് ഭട്കലൊക്കെ പല സ്ഫോടന കേസുകളിലും പ്രതിയാണ്. അവർ പിന്നീട് അറസ്റ്റിലായി, ഇപ്പോൾ അവർക്ക് ജയിലിലാണ്. ഈ ഭട്കൽ ഗ്രാമത്തിൽ നിന്ന് അതൊരു ശരിക്കു പറഞ്ഞാൽ ഭീകരവാദികളുടെ ഒരു കേന്ദ്രമായിരുന്നു. ഇപ്പോൾ അവിടെ BJP സർക്കാർ കർണാടകയിൽ വന്നതിന് ശേഷം അവിടെ വലിയ മാറ്റങ്ങളുണ്ടായി. ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുകയും ആ ഗ്രാമം തന്നെ വെടിപ്പാക്കുകയും ചെയ്തു എന്നാണ്. കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിൽ എന്താണ് ഈ സംഭവിക്കുന്നത്? ഒരു മാറ്റം എന്തുകൊണ്ടായിരിക്കും ഒരു മാറ്റം ഉണ്ടാകാൻ കാരണം? കണ്ണൂർ വളരെ പണ്ട് തൊട്ടേ ഈ പറയുന്നത് പോലെ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം കണ്ണൂരിൽ തഴച്ചു വളർന്നു. അത് 1970 മുതൽ 1969 മുതൽ ശരിക്കു പറഞ്ഞാൽ 69-ൽ വാടിക്കൽ രാമകൃഷ്ണൻ എന്നൊരു തയ്യൽ തൊഴിലാളിയെ CPMകാർ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. അദ്ദേഹം ചെയ്ത കുറ്റം RSSൻ്റെ ശാഖയിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അന്ന് തുടങ്ങി കണ്ണൂരിൻ്റെ മണ്ണ് ചുവക്കാൻ തുടങ്ങിയത്. കൊണ്ടും കൊടുത്തും കണ്ണൂരിലെ രാഷ്ട്രീയം വലിയ രീതിയിൽ ഈ പറയുന്ന ചോരപ്പുഴ ഒഴുക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. അതിന് ഒരു അന്ത്യം കണ്ടു, അല്ലെങ്കിൽ അത് താൽക്കാലികമായെങ്കിലും അത് അവസാനിച്ചത് 2016 ശേഷമാണ്. പിണറായി വിജയൻ ഭരിക്കാൻ വന്നതിന് ശേഷം പിണറായി വിജയന് സ്വസ്ഥമായിട്ട് ഭരിക്കണമെങ്കിൽ കണ്ണൂർ ശാന്തമാകണം എന്നൊരു സ്ഥിതി വന്നു. കാരണം കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. ഇപ്പോൾ കണ്ണൂരിൽ നിരന്തരം കൊലപാതകങ്ങൾ തുടർന്നു കൊണ്ടിരുന്നാൽ അത് കേന്ദ്ര സർക്കാർ ഇടപെടും. ഒരു പക്ഷേ പിണറായി വിജയൻ്റെ ഭരണത്തിന് അത് അന്ത്യം കുറിക്കും, 356-ാം വകുപ്പ് പ്രയോഗിക്കും, സർക്കാരിനെ പിരിച്ചുവിടും എന്നൊരു ഭയം CPMനുണ്ട്. അത് കണ്ണൂരിലെ പല സമയത്ത് ഈ BJP സർക്കാർ അധികാരത്തിലേറിയ ആദ്യകാലത്ത് തന്നെ കണ്ണൂരിൽ ചില കൊലപാതകങ്ങൾ നടന്നു. പ്രധാനപ്പെട്ട ചില RSS നേതാക്കളെ, കതിരൂർ മനോജ് പോലെയുള്ള പ്രധാനപ്പെട്ട RSSൻ്റെ നേതാക്കളെ CPMകാർ കൊലപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തെ പിന്നെ കാറിൽ യാത്ര ചെയ്യുമ്പോൾ തടഞ്ഞു നിർത്തി ബോംബെറിഞ്ഞ് വെട്ടിക്കൊല്ലുകയായിരുന്നു അദ്ദേഹത്തെ. പിന്നെ അതിനുശേഷം കണ്ണൂരിൽ തീർച്ചയായിട്ടും അന്ന് കേന്ദ്രം ഭരിക്കുന്നത് BJP ആണ്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്നത് രാജ്നാഥ് സിംഗാണ്. അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ആ വിഷയത്തിൽ ഇടപെടുകയും ഗവർണറോട് റിപ്പോർട്ട് തേടുകയും ചെയ്തു. ഗവർണർ മുഖ്യമന്ത്രിയെ വിളിച്ചു വരുത്തി ഈ കേസിലെ പ്രതികളെ ഉടനടി അറസ്റ്റ് ചെയ്യണമെന്ന് നിർദ്ദേശം കൊടുത്തു. അതിൻ്റെ ഫലമായിട്ട് പിന്നെ വിക്രമൻ തുടങ്ങിയ പ്രതികൾ അറസ്റ്റിലായി. ഇദ്ദേഹം രാജ്നാഥ് സിംഗ് അന്ന് ഈ കതിരൂർ മനോജിൻ്റെ വീട് സന്ദർശിച്ചു. അന്ന് ഈ VSനെ പോലെയുള്ളവർ ആക്ഷേപിച്ചു, ഒരു ഗുണ്ടയുടെ വീട്ടിലാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ആക്ഷേപിച്ചു. ഇയാളൊരു കേന്ദ്രമന്ത്രിയല്ലേ എന്ന്. VS അച്യുതാനന്ദൻ അതിൻ്റെ വില അറിയില്ല. RSS പ്രവർത്തകരുടെ ത്യാഗവും അവരുടെ അധ്വാനവുമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കാൻ BJPയെ പ്രാപ്തമാക്കിയത് എന്ന് VSന് അറിയില്ല. മാത്രമല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരിക്കുന്നത് തന്നെ ഒരു RSS പ്രചാരകനായിരുന്ന ഒരാളാണ് എന്ന സത്യവും VS മറന്നുപോയി. അത് VSന് അറിയേണ്ട കാര്യമില്ല. പക്ഷേ RSS അതൊക്കെ ഓർക്കും. BJP എന്നും അക്കാര്യത്തിൽ നന്ദിയുള്ളവരായിരിക്കും. അതുകൊണ്ട് അവർ വീടുകളൊക്കെ ഇതുപോലെ CPM കൊലപ്പെടുത്തുന്ന CPMൻ്റെ കയ്യാൽ കൊല്ലപ്പെടുന്നവരുടെ വീടുകളൊക്കെ സന്ദർശിക്കും, അനുശോചനം അറിയിക്കും. അതൊക്കെ അങ്ങനെ അങ്ങ് നടക്കും. അതിനൊന്നും VSോ പിണറായിയോ ഒന്നും വിചാരിച്ചാൽ അതൊന്നും തടസ്സപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ കണ്ണൂർ ചുവക്കുന്നതിന് പകരം ഇപ്പോൾ പച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശ്രീജിത്ത് പറഞ്ഞതുപോലെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ ആളെ പിടികൂടിയത് വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിൽ ഒളിച്ചു താമസിക്കുകയായിരുന്നു. ആരും അറിഞ്ഞില്ല. അവിടെ നിന്നാണ് പിടികൂടിയത്. അതുപോലെ തന്നെ നസീറിൻ്റെ കേന്ദ്രം ഈ കണ്ണൂർ സിറ്റിയിൽ തന്നെ ഇവർക്ക് പല പോക്കറ്റുകളുണ്ട്. ന്യൂ ബസാർ എന്നൊക്കെ പറഞ്ഞ പല പോക്കറ്റുകളുണ്ട്. അവിടെയൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ തീവ്രവാദ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധമുള്ള ആൾക്കാർ
അവിടെ സുഖമായിട്ട് ഒളിവിൽ താമസിക്കുകയാണ്. അങ്ങനെ പലരെയും ഇപ്പോൾ നമുക്കറിയാം, ഏറ്റവും ഒടുവിൽ കാസർഗോഡ് നിന്നാണ് അബൂബക്കർ സിദ്ദിഖിയെ പിടികൂടിയത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ നിരവധി സ്ഫോടനങ്ങൾ നടത്തിയ അനേകം പേരുടെ മരണത്തിന് കാരണക്കാരനായ ഈ അബൂബക്കർ സിദ്ദിഖിയെ കാസർഗോഡ് നിന്നാണ് അദ്ദേഹം കാസർഗോഡ് സ്വദേശിയാണ്, അല്ല പിടികൂടിയത് ആന്ധ്രയിൽ നിന്നാണ്. അല്ല, കാഞ്ഞങ്ങാട് ഇടക്കാലത്ത് ബംഗ്ലാദേശി ഭീകരൻ പിടിയിലായിരുന്നു. ബംഗ്ലാദേശി ഭീകരൻ പിടിയിലായി. അയാൾ അൽ ഖ്വയ്ദയുടെ ദക്ഷിണേഷ്യൻ കോർഡിനേറ്ററാണ്. അപ്പോൾ ഇങ്ങനെ നിരവധി സംഭവങ്ങൾ കണ്ണൂരും കാസർഗോഡും കേന്ദ്രമാക്കി നടക്കുന്നുണ്ട്. അത് ഈ മംഗലാപുരം ബെൽറ്റുമായിട്ട് വലിയ ബന്ധമുണ്ട് ഇതിനൊക്കെ. എന്തായാലും ഇപ്പോൾ ഈ PFI ഭീകരൻ പിടിയിലായിട്ടുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമേ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൂ. ഇപ്പോഴും നിരവധി ആൾക്കാർ ഒളിവിലാണ്. ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആൾക്കാർ പോലും ഒളിവിലാണ്. ആസൂത്രകരായ നേതാക്കൾ ഒളിവിലാണ്. അവരെ ഇനി പിടികൂടണമെങ്കിൽ ഈ അബ്ദുൾ റഹ്മാനെ വിശദമായിട്ട് ചോദ്യം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, എല്ലാ തീവ്രവാദികൾക്കും ഭീകരവാദികൾക്കും വന്ന് ഒളിച്ചു താമസിക്കാനുള്ള ഒരിടമായി നമ്മുടെ കണ്ണൂർ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.